ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവിൽ ഇപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ മറ്റൊരു അതിഥി കൂടി എത്തിയിരിക്കുകയാണ്. ബിഗ് ബോസ് പെട്ടെന്ന് പാട്ടിട്ടപ്പോൾ ആകാംക്ഷപൂർവ്വം കാത്തിരിക്കാട്ടോ. അതിഥിയെ കണ്ട് കളിച്ചും ചിരിച്ചും കൊഞ്ചിച്ചും വീടിനകത്തേക്ക് സ്വീകരിച്ചിരിക്കുകയാണ് കുടുംബാംഗങ്ങൾ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അല്പസമയം മുമ്പാണ് പെട്ടെന്ന് ബിഗ് ബോസ് പാട്ടിട്ടത്. കണ്ണാതുമ്മി പോരാമോ എന്ന് പറഞ്ഞ പാട്ടൊക്കെയാണ് ഇട്ടത്. ഇത് കേട്ടപ്പോൾ എല്ലാവരും കരുതിയത് ലക്ഷ്മിയുടെ മോൻ വരുന്നു എന്നാണ്. ലക്ഷ്മിയുടെ മോന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഇന്ന് നാളെ എത്തുന്ന ഏകദേശം ലക്ഷ്മിക്ക് ഉറപ്പായിരുന്നു. പെട്ടെന്ന് പാട്ട് കേട്ടപ്പോൾ മകൻ ഇപ്പോൾ എത്തുവാണോ എന്ന് കരുതിക്കൊണ്ട് എല്ലാ കുടുംബാംഗങ്ങളും കൂടി മോനെ കളിപ്പിക്കാൻ റെഡി ആയിട്ട് എത്തുവാണ്. പക്ഷെ എത്തിയിരിക്കുന്ന മകനല്ല, നമ്മുടെ സ്പൈക്കുട്ടനാണ്. സ്പൈക്കുട്ടനെ കണ്ട് എല്ലാവരും കൂടി ഓടി വന്നിട്ട് സ്പൈക്കുട്ടനോട് കൊഞ്ചിച്ചും കളിച്ചും ചിരിച്ചൊക്കെയാണ് കേട്ടോ അകത്ത് കയറ്റുന്നത്. സ്പൈക്കുട്ടൻ ഒരു പ്രത്യേക ഒരു ഉദ്ദേശം വെച്ചിട്ട് വന്നതാണ്. അത് ഇന്ന് ഉച്ചയ്ക്ക് ബിഗ് ബോസ് വിളിച്ച് പറയുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് വന്നതായിരിക്കാം. നിവിൻ കുറച്ച് സാധനങ്ങൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്, അത് കണ്ടുപിടിക്കുക. നിവിൻ മാത്രമല്ല, മറ്റൊരു കള്ളന്മാരും കൂടി വീട്ടിലുണ്ട്, അതും കൂടി ഒന്ന് കാണിച്ചു കൊടുക്കുക കുടുംബാംഗങ്ങൾക്ക്. ഇതായിരുന്നു സ്പൈക്കുട്ടൻ വന്നതിൻ്റെ ലക്ഷ്യം. കൂടാതെ പുതിയ കുറച്ച് ഫീച്ചേഴ്സും കൂടി മൈജി ആഡ് ചെയ്തിട്ടുണ്ട്, അതും കൂടി ഒന്ന് പ്രേക്ഷകരെ കാണിക്കാമെന്ന് കരുതി കാണും. അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി സ്പൈക്കുട്ടൻ വീടിനകത്തേക്ക് വരുന്നു. സ്പൈക്കുട്ടനെ കളിപ്പിക്കുന്നു, ചിരിപ്പിക്കുന്നു, കൊഞ്ചിക്കുന്നു. എങ്ങനെയുണ്ട്, ജലദോഷമൊക്കെ മാറിയോ, ഇമ്മ്യൂണിറ്റി കിട്ടിയതല്ലേ, എങ്ങനെയുണ്ട് എന്നൊക്കെ പറഞ്ഞ് വീട് മുഴുവനും ചുറ്റിക്കറങ്ങുന്നുണ്ട്. ആദ്യം ബെഡ്റൂമിലേക്ക് പോകുന്നു. നിവിൻ ബാക്കോട്ട് പോവാണ്. നിവിൻ എന്തോ ഒളിപ്പിച്ച് വെച്ചത് പിടിക്കാൻ വന്നാണെന്ന് നിവിനെ ആയതുകൊണ്ട് മനസ്സിലായി. എന്നാൽ സ്പൈക്കുട്ടൻ നേരെ നിവിൻ്റെ ബെഡിലേക്ക് എത്തുന്നു. അവിടെ എന്നിട്ട് ഇങ്ങനെ ക്യാമറ ലൈറ്റ് കത്തുന്നു. അവിടെ എന്തോ ഉണ്ട്, എന്താണ് നിവിനെ നീ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നതെന്ന് ഓരോരുത്തർ ചോദിക്കുന്നു. എല്ലാം മനസ്സിലായി, കാര്യമില്ല, സ്പൈക്കുട്ടൻ കണ്ടിട്ടാണ് വന്നിരിക്കുന്നത്, എടുത്തു കൊടുത്തേ പറ്റൂ. നാരങ്ങ, ചിപ്സ്, അരിയുണ്ട, അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട്. അത് നിവിൻ്റെ പങ്കാണ്. പക്ഷേ ഇതൊന്നല്ലാതെ എല്ലാവർക്കും കൂടി വേണ്ടിയൊരു സംഭവം വീട്ടിലുണ്ടായിരുന്നു. അതാണ് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്. എന്താണെന്നറിയോ? അച്ചാർ. ഒരു അച്ചാറിൻ്റെ ഒരു ബോട്ടിൽ അങ്ങനെ തന്നെ എടുത്ത് ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. സ്പൈക്കുട്ടിന് അത് കണ്ടുപിടിച്ച് കൊടുത്തിട്ടുണ്ട്. സാധാരണ മോഷ്ടിക്കുമ്പോൾ നിവിൻ ഒറ്റയ്ക്കാണ്, ഇത്തവണ നൂറയും കൂടെയുണ്ട്. സ്പൈക്കുട്ടൻ വന്നതിൻ്റെ ഉദ്ദേശം നിവിൻ വെളുത്തുള്ളി അച്ചാറോ അങ്ങനെ എന്തൊക്കെയോ എടുത്ത് ഒളിപ്പിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ബിഗ് ബോസ് ഒന്ന് ഉച്ചയ്ക്ക് വിളിച്ച് ചോദിച്ചു, എന്താ നിവിനെ ഒളിപ്പിച്ച് വെക്കുന്നതെന്ന്. അപ്പോൾ ഒന്നുമില്ല ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞു. ബിഗ് ബോസ് അത് കറക്റ്റായിട്ട് കണ്ടിട്ട് വൈകുന്നേരം വിട്ടിരിക്കുകയാണ് സ്പൈക്കുട്ടൻ അത് പിടിക്കാനായിട്ട്. ഓരോരുത്തർ പറയുന്നുണ്ട്, ചാടുവോ സ്പൈക്കുട്ട? അപ്പോൾ സ്പൈക്കുട്ടൻ ചാടുന്നു. ഓടോ സ്പൈക്കുട്ട? ഓടുന്നു. ഇപ്പോൾ തലകുത്തിയൊക്കെ നിൽക്കുന്നുണ്ട് ആൾ. അപ്പോൾ ഇതൊക്കെ ഒന്ന് കാണിക്കാമെന്ന് കൂടി കരുതി കാണും. കുറച്ചും കൂടി കൂടുതൽ ഫീച്ചേഴ്സ് മൈജി എന്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിക്കാമെന്ന് കരുതിയിട്ടായിരിക്കും. അങ്ങനെ എല്ലാവരും കളിപ്പിച്ചും ചിരിപ്പിച്ചും തമാശയൊക്കെ പറഞ്ഞ് ഇവരുടെ കൂടെ ഒരു പെറ്റിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നതാ സ്റ്റോർ റൂം വഴി തിരിച്ച് പോയിരിക്കുകയാണ്. ഓൾമോസ്റ്റ് ഒരുമിക്ക ഫാമിലിയും വന്നു കഴിഞ്ഞു. ഇനി കുറച്ച് ഫാമിലിയും കൂടെ വരാനുള്ളൂ. ഇത്രയും ഫാമിലി വന്നതിൽ കുറച്ച് പേർക്കൊക്കെ ഭയങ്കര സന്തോഷമുണ്ട്. കുറച്ച് പേരൊക്കെ ഇങ്ങനെ കുറച്ച് സാഡായിട്ട് നിൽക്കണോ, ഗെയിം ചേഞ്ച് ചെയ്യണം എന്നുള്ളത് അവർക്കൊരു ബോധമുണ്ട്. പകുതി ദിവസമായിട്ടുള്ളൂ, ഇനിയും ഉണ്ട് പകുതിയോളം ദിവസങ്ങൾ. ഇനിയും ഗെയിം ചേഞ്ച് ചെയ്താൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് ബോധ്യമുള്ളത് കൊണ്ട് തന്നെ പലതരത്തിലുള്ള ഗെയിം ചേഞ്ച് ഇനി പ്രതീക്ഷിക്കാം. എല്ലാം പ്രതീക്ഷിച്ച് തന്നെ നമുക്ക് കാത്തിരിക്കാം. എല്ലാം കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലിലുണ്ടാകും. ആദ്യമായി കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് മറക്കാതെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.